സാധാരണ തമിഴ് സിനിമയ്ക്ക് കൊച്ചിയിലെ പ്രിവ്യൂ ഷോ ഒന്നും നടക്കാറില്ല. ഈ വിത്ത് ലവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊച്ചി PVR ഫോറം മോളിൽ ഒരു പ്രിവ്യൂ ഷോ നടക്കുകയും അതിനുശേഷം ഗംഭീരമായിട്ടുള്ള റിവ്യൂസ് എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കണ്ടത്. സിനിമ കണ്ടവരാണോ ഈ റിവ്യൂസ് ഇട്ടിരിക്കുന്നത് അറിയില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഷെയർ ചെയ്തായിരിക്കും. പക്ഷേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബസ് ആയിരുന്നു റിലീസിന് മുമ്പ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ഗംഭീരമായിട്ടുള്ള റിവ്യൂസ് ഉള്ള ഒരു സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് നമ്മളുടെ ആ ഒരു ആസ്വാദനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. കാരണം ഇത്രയും ഗംഭീര റിവ്യൂസ്, റേവ് റിവ്യൂസ് എന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തമിഴ്നാട്ടിലും പ്രിവ്യൂ നടന്നിരുന്നു, കേരളത്തിലും പ്രിവ്യൂ നടന്നിരുന്നു. ഇതിനുശേഷമുള്ള എല്ലാ റിപ്പോർട്ടും വളരെ പോസിറ്റീവായിരുന്നു. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി എന്നതിനപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. അത് ചിലപ്പോൾ ഈ എക്സ്പെക്ടേഷൻ കാരണമാകാം. എന്തായാലും വിത്ത് ലവ് എന്ന മദൻ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അതിലെ നായകന്റെ ക്യാരക്ടർ ഒരു അറഗൻസ് ഒന്നും ഇല്ലാത്ത, ഒരു ടോക്സിക് അല്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഒരു 90s കിഡ് ആണ്. ലവ് ലൈഫ് ഒന്നും ഇല്ല. അതായത് ഉള്ളതൊക്കെ വൺ വേ ആ രീതിയിലേക്കുള്ള ലവ് ആയിരിക്കും. ഒരു സ്ത്രീകളോട് അധികം ഇടപഴകി സംസാരിച്ച് ശീലമൊന്നും ഇല്ലാത്ത ഒരാള് കല്യാണം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരാരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് കണ്ടെത്തി കൊടുക്കണം. അതല്ലാതെ കല്യാണം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് പെണ്ണ് വന്നാലും ഓക്കെയാണ്. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു നായകനാണ്. ആ നായകന്റെ മുമ്പിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി എത്തുന്നത്. ഇവരുടെ ഒരു അറേഞ്ച്ഡ് മാരേജിന്റെ ഭാഗമായിട്ടുള്ള പെണ്ണ് കാണൽ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സ്ത്രീകളോട് അധികം ഇടപഴകി സംസാരിച്ചിട്ട് ശീലമൊന്നും ഇല്ലാത്തൊരു നായകനാണ്. വളരെ ഇമ്പൾസീവായിട്ട് പുള്ളിക്കാരൻ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ, ആ തീരുമാനം ചിലത് ബാക്ക് ഫയർ ആവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ഓർഗാനിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സാധാരണ തമിഴ് നായകന്മാർ കാണിക്കുന്ന പോലുള്ള ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറഗന്റ് ആയിട്ടുള്ള ആ രീതിയിലൊന്നും നായകനെ വരുന്നില്ല. ഒരു ലവബിൾ ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ നായകൻ വരുന്നത്. നായകന്റെ സൈഡിൽ നിന്നാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ നായികക്ക് എന്തുകൊണ്ട് നായകനോട് ഈ പ്രണയം തോന്നുന്നു എന്നുള്ള രീതിയിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ ലവ് ഹാപ്പൻസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്നാൽ പോലും ഇതിനകത്തുള്ള നായികയുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നായിക ഒരിക്കലും ഒരു അറേഞ്ച്ഡ് മാരേജിന്റെ അതൊരു പെണ്ണ് കാണൽ ആ ഒരു സെറ്റപ്പിലേക്ക് വരേണ്ട ഒരാളല്ല. അങ്ങനെ നായകന് ഫേവറബിൾ ആയിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഈ സിനിമയിൽ തിരക്കഥയിൽ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് രണ്ട് പേര് ഇതുപോലെ അറേഞ്ച്ഡ് മാരേജിന്റെ ഭാഗമായിട്ട് ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ആദ്യത്തെ പ്രണയം അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നായകന്റെ സ്റ്റോറിയാണ് ആദ്യം വരുന്നത്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോൺ റീചാർജ് ആണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ആ ഒരു നൊസ്റ്റാൾജിയ കുറേ ഇട്ട് പുഴുങ്ങി അങ്ങ് തരുന്നു. അപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യണം എന്നല്ലാതെ അത് കാര്യമായിട്ട് അത് എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ആക്ച്വലി ഈ സിനിമയുടെ ട്രെയിലറിൽ തന്നെ നായകന്റെ പ്രണയം എന്തുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്നു, അതായത് ഒരു എന്തുകൊണ്ട് ഫെയിലിയർ ആയി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ തന്നെ ഇവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ഇതിലെ നായകനെ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് അത്ര കണക്ട് ആവുന്ന രീതിയിലൊന്നും അല്ല വരുന്നത്. പക്ഷേ നായികയുടെ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ചും കൂടി ഒരു സ്റ്റഫ് ഉള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു കോർ ഇമോഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കണക്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ ഈ ലവ് സ്റ്റോറീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമഡി സീൻ ഉണ്ടാക്കി അതിനകത്തേക്ക് ഒരു ഇന്റർവെൽ പഞ്ചും കൂടി ഇട്ട് അങ്ങനെ തീർക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അതായത് മെയിൻ നായകനും നായികയും തമ്മിലുള്ള ഇവരൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ലവേഴ്സിനെ കണ്ടെത്തണം എന്നുള്ള രീതിയിലൊക്കെ. ഈ യാത്രയുടെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ സെക്കൻഡ് ഹാഫിന്റെ ഫ്ലോ എന്ന് പറയുന്നത് കുറച്ച് ബോറായിട്ടുള്ള സീൻ വരും, അതിനിടയ്ക്ക് നല്ലൊരു സീൻ വരും, പിന്നെയും ബോറായിട്ടുള്ള സീൻ വരും, പിന്നെ ഒരു നല്ല സീൻ വരും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ നമ്മളെ ബോറടിപ്പിക്കുന്നു ആ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്. നായകൻ തന്റെ ആ ഒരു ഫസ്റ്റ് ലവറിനെ കണ്ടെത്തുന്ന ഒരു കോഫി ഷോപ്പിൽ തന്നെയുള്ള ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിന്റെ സ്റ്റേജിങ്, അതിന്റെ ക്ലോസപ്പ് ഷോട്ട്സ്, അതിനകത്ത് കാവ്യാനിൽ പുള്ളിക്കാരിയുടെ പെർഫോമൻസ്, അത് ഈ സിനിമയിലെ ഗംഭീരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ആക്ച്വലി അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആ സീൻ എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഏറ്റവും നല്ല സീനാണ്. എന്നാൽ ഇതുപോലൊരു സീൻ നായികയുടെ കാര്യത്തിലും വരുന്നുണ്ട്. പക്ഷേ ആ സീൻ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ നായകന്റെ ഫേവറായിട്ടാണ് ഈ സിനിമ മുഴുവൻ പോകുന്നത്. ഒരു ഫോഴ്സ്ഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സീൻ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വരുന്ന ഇന്റർവെൽ എങ്ങനെയായിരുന്നു, അതായത് കുറേ ഓഞ്ഞ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ കുറേ വർക്ക് ആവാത്തതായിട്ടുള്ള ഒരു ഓഞ്ഞ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിന്റെ ക്ലൈമാക്സ് വരുന്നത്. ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ പേര് വിത്ത് ലവ് എന്നാണ്. അപ്പോൾ വിത്ത് ലവ് എന്ന് പറയുന്നത് ഈ കോർ ഇമോഷൻ എന്ന് പറയുന്നത് ലവ് ആണല്ലോ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോർ ഇമോഷൻ, അതായത് ഇവർ തമ്മിലുള്ള ലവ്, അത് തീരെ കണക്ട് ആവുന്ന രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസും ഇവരുടെ കെമിസ്ട്രി ഒക്കെ നല്ലതാണെങ്കിൽ പോലും ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തിനു ഇവർ പ്രണയിക്കണം, എന്തിനു ഇവർ ഒന്നിക്കണം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി സീക്വൻസും കാര്യങ്ങളൊക്കെ എഴുതി നേരെ ക്ലൈമാക്സിലേക്ക് പോകാമെന്നാണ് സംവിധായകൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും വരുന്നത്. അതുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോൺ റോഡന്റെ പാട്ട് ഇതുപോലുള്ള സിനിമയ്ക്ക് ഈ സിനിമയുടെ മൂഡിന് എന്തൊക്കെയാണോ കൊടുക്കാവുന്നത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചില പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് ഈ പടം വന്നാനെ. കാരണം എല്ലാ സിനിമയും 2.5 മണിക്കൂർ തന്നെ വേണമെന്ന് ആർക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള അഭിഷനാണ് ഈ സിനിമയുടെ നായകനായിട്ട് വന്നിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് ഫാമിലിയിൽ പുള്ളിയുടെ പെർഫോമൻസ് ഇത്തിരി വീക്കായിട്ട് തോന്നിയാലും ഈ പടത്തിൽ പുള്ളി ഓക്കെ ആയിരുന്നു. പുള്ളിയുടെ ഡാൻസ് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് കോമഡി നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പിന്നെ അനശ്വര രാജ് സ്വന്തം ഡബ്ബിംഗ് ആണ്. അപ്പോൾ ചില സമയത്ത് മലയാളം ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിലും നല്ലൊരു എഫേർട്ടായിരുന്നു എടുത്തിരിക്കുന്നത്. അനശ്വര രാജൻ ആക്ച്വലി ഈ പടത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചില സീക്വൻസിലുള്ള പുള്ളിക്കാരി ഒറ്റയ്ക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ കാവ്യാനിൽ ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു പോർഷൻസ് ഉണ്ടല്ലോ, ഈ സിനിമയിലെ ഏറ്റവും നല്ല സീൻ ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വർക്കാവാത്ത കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഒരു അവിഞ്ഞ കോമഡിയൊക്കെ ആയിട്ടാണ് ഇടവേള വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചില സീക്വൻസ് നല്ല രീതിയിൽ വർക്കാവും. ഒരു നല്ല സീൻ, പിന്നീട് മോശം സീൻ, ഒരു നല്ല സീൻ, മോശം സീൻ, ആ രീതിയിലൊക്കെ തന്നെ വന്നാലും അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് നൽകുന്നത്. ഈ സിനിമയുടെ പേര് വിത്ത് ലവ് എന്നാണ്. അപ്പോൾ ഇതിന്റെ കോർ ഇമോഷൻ എന്ന് പറയുന്നത് പ്രണയമായിരിക്കണം. നായകനും നായികയും അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ആദ്യകാല പ്രണയത്തിന്റെ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതുപോലും ഇവരുടെ പ്രണയത്തിനില്ല. അപ്പോൾ ഈ കുറവുകളെല്ലാം കുറച്ച് കോമഡിയും കുറച്ച് നെസ്റ്റാൾജിയൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ലീഡ് ആക്ടേഴ്സിന്റെ നല്ല പെർഫോമൻസ് കൊണ്ടും വർക്കാവുന്ന കുറച്ച് സീക്വൻസുകളൊക്കെ കൊണ്ടും ചുമ്മാ ടൈം പാസിനെ കണ്ടിരിക്കാവുന്ന ഒരു വാച്ചബിൾ ഫിലിമാണ് വിത്ത് ലവ്.